മലപ്പുറത്ത് സാംസ്കാരിക പ്രവർത്തകനെ പഞ്ചായത്ത് വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊണ്ടോട്ടി മാപ്പിള കലാ അക്കാദമി മുൻ സെക്രട്ടറി റിസാഖ് പൈമ്പ്രോട്ടിനെയാണ് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ടി വി ഇബ്രാഹിം MLA ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെയാണ് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വരാന്തയിൽ റസാഖ് പയംബ്രോട്ടിനെ മരിച്ച നിലയിൽ കണ്ടത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണം റസാഖിന്റെ സഹോദരൻ മാസങ്ങൾക്ക് മുൻപ് മരിച്ചിരുന്നു. വീടിന് തൊട്ടടുത്തുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പുക ശ്വസിച്ചാണ് ആരോഗ്യം മോശമാകാൻ കാരണമെന്നാരോപിച്ച് നൽകിയ പരാതികൾ പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയാണെന്നാരോപിച്ച് റസാഖ് രംഗത്തെത്തിയിരുന്നു. സഹോദരന്റെ മരണത്തിന് ഉത്തരവാദികളായ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് വിസമ്മതിച്ചതിലുള്ള മനോവിഷമമാണ് മരണകാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വളപ്പ മുജീബിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അവരുടെ പാർട്ട്ണർ ആസിഫിനെയും അറസ്റ്റ് ചെയ്യാതെ ഈ ബോഡി ഇവിടുന്ന് എടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. എന്ത് തന്നെ വന്നാലും ശരി അവർ അറസ്റ്റ് ചെയ്യണം. ഇതിന്റെ ഉത്തരവാദി പഞ്ചായത്ത് പ്രസിഡന്റാണ്. പരാതികളടങ്ങിയ ഫയൽ സമീപത്തു നിന്ന് കണ്ടെത്തി. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് TV ഇബ്രാഹിം MLA ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ ഈ ഒരു മരണത്തിലേക്ക് തള്ളിവിടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഈ ജ്യേഷ്ഠന്റെ മരണത്തിന് കാരണമാക്കിയിട്ടുള്ള മാലിന്യ പ്രശ്നത്തിന് പഞ്ചായത്ത് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയോട് നിരന്തരമായി ഞാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ഞാൻ കലക്ടറോടും മറ്റു ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിലും ഞാനിതിൻ്റെ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അതിന് പരാതിക്ക് പരിഹാരമായില്ലെങ്കിൽ ഞങ്ങളും അധികം വൈകാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് അന്ന് പ്രിയപ്പെട്ട റസാഖ് പൈമ്പ്രോട്ട് എന്നോട് നൽകിയിരുന്നു. ഇപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മരണത്തിന് മുൻപായി പോരാട്ടങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റും ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറം താനൂർ പരപ്പനങ്ങാടിയിൽ നിർത്തിയിട്ട കാറിന്റെ പിൻഭാഗത്ത് ബസ് ഇടിച്ചു കയറി. കാറിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. ചാലിയത്തു നിന്ന് തിരൂരിലേക്ക് പോകുന്ന ബസ്സാണ് അപകടമുണ്ടാക്കിയത്. സമീപമുള്ള കൈവരിയിൽ ഇടിച്ചു നിന്ന കാറിന്റെ പകുതി ഭാഗം ബസിന്റെ ഉള്ളിലേക്ക് കയറിയ നിലയിലായിരുന്നു. കുതിരാനിൽ വൻ ലഹരിവേട്ട. ആഡംബര കാറിൽ കടത്തുകയായിരുന്ന 50 കിലോ കഞ്ചാവുമായി 4 പേരെ പിടികൂടി. കോട്ടയം സ്വദേശികളായ തോമസ്, ജിൻഡോ, കൊടുവള്ളി സ്വദേശി അസറുദ്ദീൻ, ഒറീസ സ്വദേശി ഒരിമുണ്ട ഗഡിയ എന്നിവരെയാണ് പിടികൂടിയത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ഷാഡോ പോലീസും PG പോലീസും ചേർന്നാണ് പ്രതികളെ പിടിച്ചത്. കോഴിക്കോട് വടകരയിൽ വിദേശമദ്യം കടത്തുന്നതിനിടയിൽ ഒരാൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. കോഴിക്കോട് സ്വദേശി ബിനീതാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 60 കുപ്പി വിദേശമദ്യം പിടിച്ചു. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ കർശനമാക്കാൻ എക്സൈസ് തീരുമാനിച്ചു. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. വയനാട് തൃശ്ശിലേരിയിൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണത്തിനായി മാറ്റിയ മണ്ണ് കുന്നിൻ മുകളിൽ നിക്ഷേപിച്ചതായി പരാതി. 20 മീറ്റർ ഉയരത്തിൽ മണ്ണിട്ടതിൽ അശാസ്ത്രീയതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തൃശ്ശിലേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് നിർമ്മാണം പുരോഗമിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗ്രൗണ്ടിൽ നിന്ന് മാറ്റുന്ന മണ്ണ് സ്കൂളിന്റെ തന്നെ അധീനതയിലുള്ള കുന്നിൻ മുകളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. കാട്ടിക്കുളം തൃശ്ശിലേരി റോഡരികിൽ 20 മീറ്റർ ഉയരത്തിൽ മൺകൂന ഉയർന്നു കഴിഞ്ഞു. മഴ കനത്താൽ മണ്ണൊലിച്ച് ജനവാസ പ്രദേശത്തേക്ക് പതിക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. മണ്ണിട്ടിരിക്കുന്നത് വളരെ അശാസ്ത്രീയമായ തരത്തിലാണ്. നല്ലൊരു മഴ പെയ്താൽ ആ മണ്ണ് മുഴുവൻ ഒലിച്ച് ഈ റോഡിനും അതുപോലെ തന്നെ ഈ റോഡ് വക്കിലുള്ള എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന തരത്തിലാണ് ആ മണ്ണിട്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. അടിയന്തരമായി കുന്നിൻ മുകളിൽ നിക്ഷേപിച്ച മണ്ണ് മാറ്റണമെന്നും അല്ലാത്തപക്ഷം റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ബലപ്പെടുത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. കൊച്ചി താന്തോന്നിത്തുരത്തിൽ ബോട്ടിന് തീപിടിച്ചു. ഐലൻഡ് ഡി കൊച്ചി എന്ന ബോട്ടിനാണ് തീപിടിച്ചത്. വിനോദസഞ്ചാരത്തിന് നിർത്തിയിട്ടിരുന്ന ബോട്ടാണിത്. ആളപായമില്ല. തിരുവനന്തപുരത്ത് കാപ്പ ചുമത്തി ഗുണ്ടയെ തടവിലാക്കി. കരമന സ്വദേശി രാഹുലാണ് റിമാൻഡിലായത്. നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വധശ്രമ കേസിലടക്കം പ്രതിയാണ് ഇയാൾ. കരമന പോലീസാണ് ഇയാളെ പിടികൂടിയത്. വിവിധ ജില്ലകളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. തിങ്കളാഴ്ച വരെ വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു.
അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയ്ക്ക് സമീപം കുമളി റോസാപ്പൂ കണ്ടത്താണ് ഇന്നലെ രാത്രി അരിക്കൊമ്പൻ എത്തിയത്. ആകാശത്തേക്ക് വെടിയുതിർത്താണ് ആനയെ കാട്ടിലേക്ക് മടക്കി അയച്ചത്. ഇന്നലെ ഉച്ചയോടെ അരിക്കൊമ്പൻ റോസാപ്പൂക്കണ്ടം മേഖലയ്ക്ക് നേരെ നീങ്ങുന്നതായുള്ള സിഗ്നലുകൾ ലഭിച്ചിരുന്നു. തുടർന്ന് വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള പാതയിൽ പകൽ ആനയെ കണ്ടെത്തുകയും തുടർന്ന് കാട്ടിലേക്ക് ഓടിച്ചുവിടുകയും ചെയ്തു. എന്നാൽ രാത്രി 11ഓടെ റോസാപ്പൂക്കണ്ടത്തെ ജനവാസ മേഖലയ്ക്ക് സമീപം ആനയെത്തി. തുടർന്ന് വനം വകുപ്പ് ആകാശത്തേക്ക് വെടിയുതിർത്ത് ആനയെ തുരത്തുകയായിരുന്നു. എൻ്റെ പപ്പ പണി കഴിഞ്ഞ് വരുമ്പോൾ രാത്രി 11:30 ആയപ്പോൾ ഞാൻ EDCയിലും തേക്കിനും പുറയിൽ ആനയെ കണ്ടത്. അതിന് മുമ്പേ ഫോറസ്റ്റുകാർ വന്നപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ പോയി. പിന്നെ ആൾക്കാരെല്ലാവരും കൂടെ കൂടി വരെ പിന്നെ അത്രയും ആൾക്കാർ. അരിക്കുമ്പോൾ തന്നെയാണോ? അരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല സാർ. എന്നു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന സാധനം കണ്ടത് പുറവശമാണ് കണ്ടത്. ഇപ്പം ഫോണിൽ നോക്കിയപ്പോഴാണ് അരിക്കുമ്പോഴാണെന്ന് അറിഞ്ഞത്. ആദ്യം അരിക്കൊമ്പൻ പിന്മാറിയെങ്കിലും വീണ്ടും ജനവാസ മേഖലയിലേക്ക് നടന്നു വന്നതോടെ കൂടുതൽ തവണ ആകാശത്തേക്ക് വെടിയുതിർത്തോടെയാണ് ആന പിൻവാങ്ങിയത്. നിലവിൽ ജനവാസ മേഖലയിൽ നിന്നും 1.5 കിലോമീറ്ററോളം ഉള്ളിലാണ് അരിക്കൊമ്പൻ നിൽക്കുന്നത്. വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തൃശൂർ ദേശീയപാതയിൽ അപകടം. ചുവന്തമണ്ണിൽ KSRTC ബസ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി. ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 35ഓളം യാത്രക്കാരുണ്ടായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. ഇടുക്കി ഇടമലക്കുടിയിൽ കുടുംബാരോഗ്യ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി കുടിയിൽ നടന്ന ചടങ്ങിൽ ദേവികുളം MLA A. രാജ, ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയലക്ഷ്മി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സകിൽ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്ടിൽ തേയിലത്തോട്ടം മേഖലയിലെ പ്രതിസന്ധികളെ മറികടക്കാൻ മാനേജ്മെന്റുകൾ ടൂറിസം രംഗത്തേക്ക്. വൈത്തിരി ചേലോട്ട് എസ്റ്റേറ്റ് മാനേജ്മെന്റാണ് ടൂറിസം രംഗത്തെ സാധ്യതകൾക്കനുസരിച്ച് തോട്ടം നടത്തിപ്പിൽ അടിമുടി മാറ്റം വരുത്തുന്നത്. നൂറ്റാണ്ട് പഴക്കമുള്ള തേയില ഫാക്ടറി ഉൾപ്പെടെ ഇവർ സഞ്ചാരികൾക്കായി ഒരുക്കിക്കഴിഞ്ഞു. തേയിലത്തോട്ടം മേഖലയായ വൈത്തിരി താലൂക്കിലെ ചുണ്ടേലിലാണ് ചേലോട്ട് എസ്റ്റേറ്റ് ഉള്ളത്. 900 ഏക്കറിലധികമുള്ള തോട്ടത്തിൽ 400 ഏക്കർ തേയിലത്തോട്ടമാണ്. തോട്ടത്തിലെ 100 വർഷത്തോളം പഴക്കമുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിച്ച ടീ ഫാക്ടറിയാണ് സഞ്ചാരികൾക്ക് വ്യത്യസ്ത അനുഭവമാകുന്നത്. ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന തേയിലത്തോട്ടത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുകയും തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ വേതന സാധ്യത കണ്ടെത്തുകയുമാണ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം. അന്ന് ബ്രിട്ടീഷുകാർ ഇറക്കിക്കൊടുത്ത ബിസിനസ് തന്നെയാണ് ഇന്നും ഈ ബ്രിട്ടാനിയ, ഈ മാർഷൽ ബ്രിട്ടാനിയ റോളൈസ് ആയത്. അതുകൊണ്ടാണ് നമ്മുടെ പുതിയ തനിമ, പഴയ തനിമ ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഡീപ്പ് വെതറിംഗ് ആണ്. ആ 52% വെതറിംഗ് കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് തേയിലയുടെ ഗുണമേന്മ ശരിയാക്കാൻ പറ്റുള്ളൂ. സഞ്ചാരികൾക്കായി തോട്ടത്തിന്റെ 50 ഏക്കർ പ്രദേശത്ത് സിപ്പ് ലൈൻ, റോപ്പ് വേ, കുട്ടികൾക്കുള്ള പാർക്ക്, റെസ്റ്റോറന്റ്, ലൈറ്റ് ഷോ, ഫാം വിസിറ്റ് തുടങ്ങിയവയും തയ്യാറായി വരുന്നു. ന്യൂസ് 18 വയനാട്. ഇടുക്കി ചട്ടമൂന്നാറിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. PHCയുടെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. A. രാജ MLA അധ്യക്ഷത വഹിച്ചു. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ രവികുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദറാണി ദാസ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. LDF സർക്കാരിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ചെറുവത്തൂരിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. M. രാജഗോപാലൻ MLA അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ, ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. 117 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് നിർമ്മിത കാസർഗോഡ് കാര്യങ്കോട് റെയിൽപാലം ചരിത്രത്തിന്റെ ഭാഗമായി. കൊച്ചുവേളി ലോകമാന്യ തിലക് എക്സ്പ്രസ് ട്രെയിനായിരുന്നു അവസാനമായി കടന്നുപോയത്. വണ്ടി കടന്നുപോയതിനു ശേഷം റെയിൽപാളവും പാലവുമായുള്ള ബന്ധവും വിച്ഛേദിച്ചു. ആയിരത്തി 1906 കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ 15 കൽത്തൂണുകളിൽ ബ്രിട്ടീഷുകാർ പാലം പണിതത്. പാലത്തിന്റെ ചെങ്കൽത്തൂണുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോട്ടക്കൊത്തളങ്ങൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ട നീലേശ്വരത്തിന്റെ പ്രൗഢമായ ചരിത്രമാണ്.
വിസ്മൃതിയിൽ ആണ്ടുപോയ നീലേശ്വരത്തെ കോട്ടകളുടെ കല്ലുകളാണ് തൂണിനായി ഉപയോഗിച്ചത്. സ്ലീപ്പറുകൾ നിർമ്മിച്ചത് പരപ്പയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉടമസ്ഥതയിൽ സ്ഥാപിച്ച തടിമില്ലിൽ നിന്നായിരുന്നു. അന്ന് പ്രദേശവാസികൾക്ക് ഇരുഭാഗങ്ങളിലേക്കും നടന്നുപോകാൻ പ്രത്യേക സൗകര്യമൊരുക്കിയിരുന്നു. ട്രെയിൻ കടന്നു പോകുമ്പോൾ മാറി നിൽക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. പുതിയ പാലം പണി പൂർത്തിയായതോടെയാണ് നൂറ്റാണ്ട് പഴക്കമുള്ള പാലം ഒഴിവാക്കാൻ തീരുമാനിച്ചത്. പൊളിച്ചു കളയുന്ന പഴയ പാലം പുതിയ തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കണമെന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചരിത്രം കൂടിയാണ് അവിടെ അവശേഷിക്കുന്നത്. പറ്റുമെങ്കിൽ ഈ വരുന്ന അവരുടെ കല്ലുകൾ കൊണ്ട് ഒരു സാങ്കല്പികമായിട്ട് ചെറിയൊരു മിനിയേച്ചറായിട്ട് പഴയൊരു കോട്ടയുടെ രൂപം കെട്ടിവയ്ക്കുകയാണെങ്കിൽ വരുന്ന തലമുറയ്ക്ക് പറയാൻ വേണ്ടി പറ്റും നീലേശ്വരം ഒരു കാലത്ത് സമ്പന്നമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന്. പഴയ പാലത്തിന് സമീപം 2 പുതിയ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 3ാം പാത കമ്മീഷൻ ചെയ്തതോടെയാണ് ആദ്യ പാലം ഒഴിവാക്കപ്പെട്ടത്. തെക്കൻ കേരളത്തിൽ റെയിൽവേ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മംഗളൂരു വരെ ലൈൻ പൂർത്തിയായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം കൊട്ടാരക്കര ഇരണൂരിൽ കുടിവെള്ള സംഭരണിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. കെ.വി. ഗണേഷ് കുമാർ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡുകളിലേക്ക് ജലമെത്തിക്കുന്ന സംഭരണിയുടെ നിർമ്മാണത്തിനാണ് തുടക്കം കുറിച്ചത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഉളിയനാട് ഈസ്റ്റ്, ഉളിയനാട് വെസ്റ്റ്, മടത്തിയറ, കണ്ണംകോട്, ഇരണൂർ, പനവേലി എന്നീ വാർഡുകളിലേക്ക് ജലമെത്തിക്കാനാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം.പി. സജീവ് അറിയിച്ചു. 3 ലക്ഷം ലിറ്റർ ജലം സംഭരിക്കാവുന്ന ജലസംഭരണിയാണ് നിർമ്മിക്കുന്നതെന്നും വാർഡ് മെമ്പർ രതീഷ് ഇരണൂർ അറിയിച്ചു. 5 ലക്ഷം മുടക്കിയാണ് നിർമ്മാണം. ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. 117 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് നിർമ്മിത കാസർഗോഡ് കാര്യങ്കോട് റെയിൽപാലം ചരിത്രത്തിന്റെ ഭാഗമായി. കൊച്ചുവേളി ലോകമാന്യ തിലക് എക്സ്പ്രസ് ട്രെയിനായിരുന്നു അവസാനമായി കടന്നുപോയത്. വണ്ടി കടന്നുപോയതിനു ശേഷം റെയിൽപാളവും പാലവുമായുള്ള ബന്ധവും വിച്ഛേദിച്ചു. ആയിരത്തി 1906 കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ 15 കൽത്തൂണുകളിൽ ബ്രിട്ടീഷുകാർ പാലം പണിതത്. പാലത്തിന്റെ ചെങ്കൽത്തൂണുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോട്ടക്കൊത്തളങ്ങൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ട നീലേശ്വരത്തിന്റെ പ്രൗഢമായ ചരിത്രമാണ്. വിസ്മൃതിയിൽ ആണ്ടുപോയ നീലേശ്വരത്തെ കോട്ടകളുടെ കല്ലുകളാണ് തൂണിനായി ഉപയോഗിച്ചത്. സ്ലീപ്പറുകൾ നിർമ്മിച്ചത് പരപ്പയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉടമസ്ഥതയിൽ സ്ഥാപിച്ച തടിമില്ലിൽ നിന്നായിരുന്നു. അന്ന് പ്രദേശവാസികൾക്ക് ഇരുഭാഗങ്ങളിലേക്കും നടന്നുപോകാൻ പ്രത്യേക സൗകര്യമൊരുക്കിയിരുന്നു. ട്രെയിൻ കടന്നു പോകുമ്പോൾ മാറി നിൽക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. പുതിയ പാലം പണി പൂർത്തിയായതോടെയാണ് നൂറ്റാണ്ട് പഴക്കമുള്ള പാലം ഒഴിവാക്കാൻ തീരുമാനിച്ചത്. പൊളിച്ചു കളയുന്ന പഴയ പാലം പുതിയ തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കണമെന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചരിത്രം കൂടിയാണ് അവിടെ അവശേഷിക്കുന്നത്. പറ്റുമെങ്കിൽ ഈ വരുന്ന അവരുടെ കല്ലുകൾ കൊണ്ട് ഒരു സാങ്കല്പികമായിട്ട് ചെറിയൊരു മിനിയേച്ചറായിട്ട് പഴയൊരു കോട്ടയുടെ രൂപം കെട്ടിവയ്ക്കുകയാണെങ്കിൽ വരുന്ന തലമുറയ്ക്ക് പറയാൻ വേണ്ടി പറ്റും നീലേശ്വരം ഒരു കാലത്ത് സമ്പന്നമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന്. പഴയ പാലത്തിന് സമീപം 2 പുതിയ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 3ാം പാത കമ്മീഷൻ ചെയ്തതോടെയാണ് ആദ്യ പാലം ഒഴിവാക്കപ്പെട്ടത്. തെക്കൻ കേരളത്തിൽ റെയിൽവേ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മംഗളൂരു വരെ ലൈൻ പൂർത്തിയായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം കൊട്ടാരക്കര ഇരണൂരിൽ കുടിവെള്ള സംഭരണിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. കെ.വി. ഗണേഷ് കുമാർ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡുകളിലേക്ക് ജലമെത്തിക്കുന്ന സംഭരണിയുടെ നിർമ്മാണത്തിനാണ് തുടക്കം കുറിച്ചത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഉളിയനാട് ഈസ്റ്റ്, ഉളിയനാട് വെസ്റ്റ്, മടത്തിയറ, കണ്ണംകോട്, ഇരണൂർ, പനവേലി എന്നീ വാർഡുകളിലേക്ക് ജലമെത്തിക്കാനാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം.പി. സജീവ് അറിയിച്ചു. 3 ലക്ഷം ലിറ്റർ ജലം സംഭരിക്കാവുന്ന ജലസംഭരണിയാണ് നിർമ്മിക്കുന്നതെന്നും വാർഡ് മെമ്പർ രതീഷ് ഇരണൂർ അറിയിച്ചു. 5 ലക്ഷം മുടക്കിയാണ് നിർമ്മാണം. ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. 117 വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് നിർമ്മിത കാസർഗോഡ് കാര്യങ്കോട് റെയിൽപാലം ചരിത്രത്തിന്റെ ഭാഗമായി. കൊച്ചുവേളി ലോകമാന്യ തിലക് എക്സ്പ്രസ് ട്രെയിനായിരുന്നു അവസാനമായി കടന്നുപോയത്. വണ്ടി കടന്നുപോയതിനു ശേഷം റെയിൽപാളവും പാലവുമായുള്ള ബന്ധവും വിച്ഛേദിച്ചു. ആയിരത്തി 1906 കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ 15 കൽത്തൂണുകളിൽ ബ്രിട്ടീഷുകാർ പാലം പണിതത്. പാലത്തിന്റെ ചെങ്കൽത്തൂണുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കോട്ടക്കൊത്തളങ്ങൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ട നീലേശ്വരത്തിന്റെ പ്രൗഢമായ ചരിത്രമാണ്.
വിസ്മൃതിയിൽ ആണ്ടുപോയ നീലേശ്വരത്തെ കോട്ടകളുടെ കല്ലുകളാണ് തൂണിനായി ഉപയോഗിച്ചത്. സ്ലീപ്പറുകൾ നിർമ്മിച്ചത് പരപ്പയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉടമസ്ഥതയിൽ സ്ഥാപിച്ച തടിമില്ലിൽ നിന്നായിരുന്നു. അന്ന് പ്രദേശവാസികൾക്ക് ഇരുഭാഗങ്ങളിലേക്കും നടന്നുപോകാൻ പ്രത്യേക സൗകര്യമൊരുക്കിയിരുന്നു. ട്രെയിൻ കടന്നു പോകുമ്പോൾ മാറി നിൽക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. പുതിയ പാലം പണി പൂർത്തിയായതോടെയാണ് നൂറ്റാണ്ട് പഴക്കമുള്ള പാലം ഒഴിവാക്കാൻ തീരുമാനിച്ചത്. പൊളിച്ചു കളയുന്ന പഴയ പാലം പുതിയ തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കണമെന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചരിത്രം കൂടിയാണ് അവിടെ അവശേഷിക്കുന്നത്. പറ്റുമെങ്കിൽ ഈ വരുന്ന അവരുടെ കല്ലുകൾ കൊണ്ട് ഒരു സാങ്കല്പികമായിട്ട് ചെറിയൊരു മിനിയേച്ചറായിട്ട് പഴയൊരു കോട്ടയുടെ രൂപം കെട്ടിവയ്ക്കുകയാണെങ്കിൽ വരും തലമുറയ്ക്ക് പറയാൻ വേണ്ടി പറ്റും നീലേശ്വരം ഒരു കാലത്ത് സമ്പന്നമായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന്. പഴയ പാലത്തിന് സമീപം 2 പുതിയ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 3-ാം പാത കമ്മീഷൻ ചെയ്തതോടെയാണ് ആദ്യ പാലം ഒഴിവാക്കപ്പെട്ടത്. തെക്കൻ കേരളത്തിൽ റെയിൽവേ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മംഗളൂരു വരെ ലൈൻ പൂർത്തിയായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം കൊട്ടാരക്കര ഇരണൂരിൽ കുടിവെള്ള സംഭരണിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. കെ.വി. ഗണേഷ് കുമാർ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡുകൾ കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ പേ വാർഡിലേക്ക് വെള്ളം എത്തുന്നില്ലെന്ന് പരാതി. പണം നൽകി റൂം എടുത്തവർ പുറത്തുനിന്ന് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ്. ഇടയ്ക്ക് ടാപ്പ് തുറന്നാൽ ലഭിക്കുന്നത് ഉപയോഗശൂന്യമായ വെള്ളമാണെന്നും രോഗികൾ പറയുന്നു. പ്രശ്നം പരിഹരിക്കുന്നതുവരെ പേ വാർഡിലേക്കുള്ള അഡ്മിഷൻ നിർത്തിവെച്ചതായി ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. 3 ദിവസമായി വെള്ളം കിട്ടാതായിട്ട് ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി പേ വാർഡിൽ കഴിയുന്ന രോഗികൾ. അധികൃതരെ അറിയിച്ചപ്പോൾ ലഭിച്ച വെള്ളം കലങ്ങിയതും ദുർഗന്ധം ഉള്ളതാണെന്നും രോഗികൾ പറയുന്നു. സർജറി കഴിഞ്ഞ് കിടന്നവർ വെള്ളം ഉപയോഗിച്ചതോടെ പ്രശ്നം രൂക്ഷമായതായും പരാതിയുണ്ട്. പാത്രങ്ങൾ കഴുകാനോ എടുക്കാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യം 4 ദിവസം കൊണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ വെള്ളം ഇല്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞതിന്റെ വെള്ളം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാത്തൊരു ടാങ്കിനകത്ത് കൊണ്ട് ഒഴിച്ചിട്ട് പോകും. അതും വരുന്ന വെള്ളം റെഡ് കളർ വെള്ളം ഞങ്ങളിപ്പോൾ കുപ്പിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല സ്റ്റാഫുകൾ ഇവിടെ വളരെ കുറവാണ്. ഉള്ള പരമാർത്ഥം പറയാമല്ലോ, സ്റ്റാഫുകളും കുറവാണ് പേവാറിൽ. കൊല്ലത്തെ മലയോര മേഖലയിലുള്ളവർ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരോ മരുന്നോ ലഭിക്കാറില്ലെന്നും പരാതിയുണ്ട്. 30-ലധികം റൂമുകളുള്ള പേവാർഡിൽ രാത്രി ജീവനക്കാരുടെ സേവനവും ലഭ്യമല്ലെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. ഇവിടുത്തെ വാർഡിൽ ഏകദേശം 100ഓളം വരുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ അത്രയും പേഷ്യൻസിനെ രാത്രിയിലായാലും പകലായാലും നോക്കാനുള്ളത് ആകെ ഒരു നഴ്സാണ്. അവർക്കൊരു നഴ്സിംഗ് അസിസ്റ്റന്റ് പോലും അവിടെ ഇല്ല. ഈ ഒരു പേ വാർഡും ഇതിനപ്പുറത്ത് നമ്മൾ കയറി വരുന്ന കാഷ്വാലിറ്റിക്ക് അടുത്തായിട്ട് ഒരു പേ വാർഡുണ്ട്. ഏകദേശം 150-200 മീറ്ററിലധികം ഡിസ്റ്റൻസ് ഉണ്ട്. ഈ 2 പേ വാർഡിലായിട്ട് 30-ലധികം വാർഡുകളുണ്ട്. ഈ വാർഡുകളിൽ പോലും രാത്രിയിലായാലും പകലായാലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പോലും ഈ 2 വാർഡും കൂടി നോക്കാനുള്ളത് ആകെ ഒരു നഴ്സ്. പേവാർഡിലേക്കുള്ള ജലസംഭരണികൾ ശുചീകരിച്ച് ശുദ്ധജലം എത്തിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രശ്നം പരിഹരിക്കും വരെ താൽക്കാലികമായി പേവാർഡിലേക്ക് പുതിയ അഡ്മിഷൻ നൽകുന്നില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. അതുപോലെ തന്നെ ഈ ജലക്ഷാമം ഉണ്ടാകുമ്പം സമയാസമയങ്ങളിൽ ഈ വെള്ളം കൊണ്ടുവരുന്നവരെ അറിയിച്ചവർ വെള്ളം കൊണ്ടുവരേണ്ടതാണ്. ആ കാര്യത്തിൽ അവർ കുറച്ചും കൂടെ കർക്കശമായ നിലപാടെടുക്കുകയും കുറെ കൂടെ താല്പര്യമെടുക്കുകയും ചെയ്യണമെന്ന് കെയർടേക്കറുടെ ഞാൻ ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടാങ്കുകൾ ക്ലീൻ ചെയ്ത് ശുദ്ധമായ ജലം എത്രയും പെട്ടെന്ന് രോഗികൾക്ക് ലഭ്യമാക്കാനുള്ള നടപടിയും എടുക്കണമെന്ന് ഞാൻ പേവാർഡിന്റെ കെയർടേക്കറുടെ പ്രത്യേകിച്ച് നിർദ്ദേശം നൽകി. ആശുപത്രിയിലെ ജലക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് മുക്കത്ത് വൻതോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. 200 കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നഗരസഭാ ആരോഗ്യ വിഭാഗവുമാണ് പരിശോധന നടത്തിയത്. പട്ടാമ്പി താലൂക്കിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. 1311 പരാതികൾ ലഭിച്ചതിൽ 707 പരാതികൾ തീർപ്പാക്കി. 43 പേരുടെ റേഷൻ കാർഡുകൾ അദാലത്ത് വേദിയിൽ വിതരണം ചെയ്തു. 80 പരാതികൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇടുക്കി കമ്പംമേട്ടിൽ സ്വകാര്യ വാഹനത്തിന്റെ ടാക്സി ഓട്ടം മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു. നിരപ്പേൽക്കടയിലാണ് സംഭവം. ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ വ്യാജ ടാക്സികൾ വ്യാപകമാണെന്നാണ് ടാക്സി ഡ്രൈവർമാരുടെ പരാതി. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷനും പരാതി നൽകിയിട്ടുണ്ട്.
എരുമേലി വിമാനത്താവളത്തിന്റെ സാമൂഹിക ആഘാത പഠന റിപ്പോർട്ടിനെതിരെ പ്രദേശവാസികൾ. ചെറുവള്ളി എസ്റ്റേറ്റിൽ 2000 ഏക്കറോളം ഭൂമി ഉണ്ടെന്നിരിക്കെ പുറത്തുനിന്ന് ഭൂമി ഏറ്റെടുക്കുന്നത് ദുരൂഹമാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിൽ നഷ്ടപ്പെടുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പുനരധിവാസം എങ്ങനെയെന്നതിൽ റിപ്പോർട്ട് മൗനം പാലിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. എരുമേലി വിമാനത്താവളത്തെ പ്രദേശവാസികളും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പദ്ധതിയിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയാണ് ഒരു വിഭാഗം. കിഴക്കു പടിഞ്ഞാറായാണ് റൺവേ നിശ്ചയിച്ചിരിക്കുന്നത്. ഫലത്തിലിത് ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ ക്ഷേത്രത്തിന് സമീപം വരെ എത്തിച്ചേരും. റൺവേ തെക്കുവടക്കായാൽ ഈ പോരായ്മ ഉണ്ടാകില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ നിർദ്ദിഷ്ട ഇതെന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാനിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഈസ്റ്റ് വെസ്റ്റ് ആണ് ഭൂമി റൺവേ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിർദ്ദിഷ്ട ഭൂമി സൗത്ത് നോർത്ത് ആയിട്ട് മാറ്റുന്നതാണ് ഏറ്റവും ജനങ്ങൾക്കും പ്രവാസികളായ യാത്രക്കാർക്കും ജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാകുന്നത്. ജനങ്ങളുടെ പുനരധിവാസത്തെക്കുറിച്ച് പൊതുവിൽ ശുപാർശകൾ റിപ്പോർട്ടിലുണ്ട്. എന്നാൽ എസ്റ്റേറ്റ് ലായങ്ങളിൽ താമസിക്കുന്ന 221 കുടുംബങ്ങൾ ഇനി എന്ത് തൊഴിൽ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ റിപ്പോർട്ടിൽ ഒന്നുമില്ല. മാത്രമല്ല, ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഭാഗമായി 2000 ഏക്കറോളം ഭൂമി ഉണ്ടെന്നിരിക്കെ പുറത്തു നിന്നുള്ള ഭൂമി എന്തിനേറ്റെടുക്കണമെന്നും പ്രദേശവാസികൾ ചോദിക്കുന്നു. ഇവിടെ 2263 ഏക്കർ സ്ഥലമാണ് സർക്കാർ രേഖകളിൽ ചെറുവള്ളി എസ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത്. യഥാർത്ഥത്തിൽ 100-ലധികം വർഷമായ ഭൂമി 4000-ലധികം ഏക്കർ ഉള്ളതാണ്. ഈ സർക്കാർ ഭൂമി മുഴുവൻ നാളിതുവരെ അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പുറത്തുനിന്ന് ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യം യാതൊരു വിധത്തിലും കാണുന്നില്ല. ജൂൺ 12, 13 തീയതികളിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിനായി അദാലത്തുണ്ട്. സർവകക്ഷി യോഗം വിളിക്കുമെന്ന് പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കിലും പറഞ്ഞിരുന്നു. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ സർക്കാരിന് കഴിയുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. നൃത്തച്ചുവടുകളുമായി ഒരേ വേദിയിൽ അരങ്ങേറിയത് 40 പേർ. 4 വയസ്സുകാരൻ മുതൽ 38കാരി വരെയാണ് കലയുടെ ലോകത്തേക്ക് ഒരുമിച്ച് ചുവടുവെച്ചത്. ഇടുക്കി നെടുങ്കണ്ടത്താണിത് വ്യത്യസ്ത പ്രായത്തിലുള്ളവരെ അണിനിരത്തി അരങ്ങേറ്റം സംഘടിപ്പിച്ചത്. LKG-കാരൻ മുതൽ വീട്ടമ്മ വരെയുള്ള സംഘം ഒരേ മനസ്സോടെയാണ് വേദിയിൽ നൃത്തച്ചുവടുകൾ വെച്ചത്. കലയുടെ ലോകത്തേക്കുള്ള അരങ്ങേറ്റം. നെടുങ്കണ്ടം നാട്യാഞ്ജലി നൃത്തവിദ്യാലയത്തിന്റെ നേതൃത്വത്തിലാണ് അരങ്ങേറ്റം സംഘടിപ്പിച്ചത്. ചിലങ്ക അണിഞ്ഞെത്തിയവർക്ക് പ്രായം തടസ്സമായിരുന്നില്ല. സിനിമ, സീരിയൽ താരങ്ങളടക്കമുള്ളവർ അരങ്ങേറ്റം ആസ്വദിക്കാനെത്തിയിരുന്നു. ന്യൂസ് 18 നെടുങ്കണ്ടം.